സക്സസ് ഫയലിലേക്ക് സ്വാഗതം. LDC സ്പെഷ്യൽ 100 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ഒരു ക്വിക്ക് റിവിഷൻ ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകൾ ഏതാണ്? അവസാദ ശിലകളാണ്. ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകൾ ഏതാണ്? അവസാദ ശിലകൾ. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏതാണ്? ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രിയാണ്. ഹിമാദ്രി. ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം? ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മോസിൻഡ്രോം ആണ്. മേഘാലയയിലെ മോസിൻഡ്രോമിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. മോസിൻഡ്രോം, മേഘാലയം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം? ഇന്ത്യയാണ്. ഇന്ത്യ. ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യ? ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യ? 2.4%. 2.4%. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? 3214 കിലോമീറ്റർ ആണ്. 3214 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എത്രയാണ്? ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം 2933 കിലോമീറ്റർ ആണ്. 2933 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. രാജസ്ഥാൻ. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഏറ്റവും ചെറിയ സംസ്ഥാനം, അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം സിക്കിമാണ്. സിക്കിം. ഏറ്റവും കുറവ് രാജ്യാന്തര അതിർത്തിയുള്ള സംസ്ഥാനം? ഏറ്റവും കുറവ് രാജ്യാന്തര അതിർത്തിയുള്ള സംസ്ഥാനം നാഗാലാൻഡ് ആണ്. നാഗാലാൻഡ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. അടുത്ത ചോദ്യം, മാതംഗലീലയുടെ കർത്താവ്? മാതംഗലീല തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസത്താണ്. തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസത്താണ് മാതംഗലീലയുടെ കർത്താവ്. 1857 കലാപകാലത്ത് അവധ് മേഖലയിൽ കലാപത്തിന്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടത് ആരാണ്? 1857 കലാപകാലത്ത് അവധ് മേഖലയിൽ കലാപത്തിന്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടത് മൗലവി അഹമ്മദുള്ളയാണ്. മൗലവി അഹമ്മദുള്ള. ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി മീസോസ്ഫിയർ ആണ്. മീസോസ്ഫിയർ. മെൻഡലിയേവ് ആവർത്തന പട്ടിക ആവിഷ്കരിച്ച വർഷം? മെൻഡലിയേവ് ആവർത്തന പട്ടിക ആവിഷ്കരിച്ച വർഷം 1869 ആണ്. 1869. രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞുകൂടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥ? രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞുകൂടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് അതിരോസ്ക്ലിറോസിസ്. അവസ്ഥയുടെ പേര് അതിരോസ്ക്ലിറോസിസ്. മർമ്മമില്ലാത്ത രക്തകോശം ഏതാണ്? മർമ്മമില്ലാത്ത രക്തകോശം ചുവന്ന രക്തകോശമാണ്. ചുവന്ന രക്തകോശം. അരുണ രക്താണുക്കളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം? അരുണ രക്താണുക്കൾ അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കളുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ. സ്വതന്ത്ര ഇന്ത്യയിലെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയ തീയതി? സ്വതന്ത്ര ഇന്ത്യയിലെ ലോകസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയ തീയതി 1951 ഒക്ടോബർ 25-നാണ്. 1951 ഒക്ടോബർ മാസം 25-ാം തീയതിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ലോകസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയ തീയതി. കൂടിയാട്ടം പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കാൻ എത്ര ദിവസമാണ് വേണ്ടത്? കൂടിയാട്ടം പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടത് 41 ദിവസമാണ്. 41 ദിവസം. കഥകളിയിൽ നിന്ന് രൂപം കൊണ്ട കലാരൂപം ഏതാണ്?
കഥകളിയിൽ നിന്നും രൂപം കൊണ്ട കലാരൂപമാണ് കേരള നടനം. കേരള നടനം. ഇന്ത്യൻ വ്യോമസേനയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ പിതാവ് സുബ്രതോ മുഖർജിയാണ്. സുബ്രതോ മുഖർജിയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. സുബ്രതോ മുഖർജി. മഠത്തിൽ അപ്പു, ചിരുകണ്ഠൻ, അബൂബക്കർ, കുഞ്ഞമ്പു നായർ എന്നിവർ തൂക്കിലേറ്റപ്പെട്ടത് ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ്? കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ടവർ ആരൊക്കെയാണ്? മഠത്തിൽ അപ്പു, ചിരുകണ്ഠൻ, അബൂബക്കർ, കുഞ്ഞമ്പു നായർ. അടുത്ത ചോദ്യം, കരിപ്പൂർ വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാക്കിയ വർഷം? 2006 കരിപ്പൂർ വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാക്കിയ വർഷം ഏതാണ്? 2006. സൂര്യന്റെയും ആകാശഗോളങ്ങളുടെയും ഉന്നതി അളക്കുന്ന ഉപകരണം. സൂര്യന്റെയും ആകാശഗോളങ്ങളുടെയും ഉന്നതി അളക്കുന്ന ഉപകരണമാണ് സെക്സ്റ്റന്റ്. പേര് സെക്സ്റ്റന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് ഹക്കീം അജ്മൽ ഖാൻ. 1921. ഹക്കീം അജ്മൽ ഖാൻ. ഹക്കീം അജ്മൽ ഖാൻ. പാലിയം സത്യാഗ്രഹത്തിന്റെ എത്രാം ദിവസമാണ് AG വേലായുധൻ മരണപ്പെട്ടത്? 100-ാം ദിവസമാണ്. പാലിയം സത്യാഗ്രഹത്തിന്റെ എത്രാമത്തെ ദിവസമാണ് AG വേലായുധൻ? ആരാണ് മരണപ്പെട്ടത്? AG വേലായുധൻ 100-ാം ദിവസമാണ് മരണപ്പെട്ടത്. ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം ഗവേണൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് സെക്ഷനിലാണ്? ഗവേണൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 4 മുതൽ 10 വരെയാണ്. 4 മുതൽ 10 വരെ. കേരളത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് കളക്ടറേറ്റ്. കേരളത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് കളക്ടറേറ്റ് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട. കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താപത്രിക. കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താപത്രികയാണ് അറിവോരം. വാർത്താപത്രികയുടെ പേര് അറിവോരം. നിയമസഭയുടെ ഔദ്യോഗിക വാർത്താപത്രിക അറിവോരം. കുഞ്ചൻ ദിനം എന്നാണ്? കുഞ്ചൻ ദിനം മെയ് 5 ആണ്. കുഞ്ചൻ ദിനം എന്നാണ് മെയ് 5. നീൽ ആംസ്ട്രോങ് എത്ര സമയമാണ് ചന്ദ്രനിൽ ചെലവഴിച്ചത്? 2 മണിക്കൂർ 36 മിനിറ്റ് ആണ്. 2 മണിക്കൂർ 36 മിനിറ്റ് ആണ് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ചെലവഴിച്ചത്. അയഡിൻ ബാഷ്പത്തിന്റെ നിറം വയലറ്റ് ആണ്. അയഡിൻ ബാഷ്പത്തിന്റെ നിറം വയലറ്റ്. മാജുലി ദ്വീപ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. മാജുലി ദ്വീപ് ഏതു നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബ്രഹ്മപുത്ര നദിയിലാണ്. മിലേ സുർ മേരാ തുമാര എന്ന ഗാനം രചിച്ച വ്യക്തി. മിലേ സുർ മേരാ തുമാര എന്ന ഗാനം രചിച്ച വ്യക്തി പീയൂഷ് പാണ്ഡെയാണ്. പീയൂഷ് പാണ്ഡെ. സംസ്ഥാനത്തെ ആദ്യ പട്ടിക വർഗ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആരംഭിച്ചത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ പട്ടിക വർഗ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആരംഭിച്ചത് പാലോടാണ്. പാലോട്. കോശത്തിൽ മർമ്മമില്ലാത്ത ജീവികൾ അറിയപ്പെടുന്നത് പ്രോകാരിയോട്ടുകൾ എന്നാണ്. കോശത്തിൽ മർമ്മമില്ലാത്ത ജീവികളാണ് പ്രോകാരിയോട്ടുകൾ. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശാംഗമായ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അറിയപ്പെടുന്ന മറ്റൊരു പേര് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശാസ്ഥിക്കൂടം. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശാംഗമായ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കോശാസ്ഥിക്കൂടം. കോശത്തിലെ ഊർജ്ജനിലയം. കോശത്തിലെ ഊർജ്ജനിലയമാണ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയം. ഇന്ത്യയിലെ ഏറ്റവും അധികം ഭാഷകളിൽ ചിത്ര സംയോജനം നടത്തിയതിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ വ്യക്തി ആരാണ്? ശ്രീകർ പ്രസാദ് ആണ്. ശ്രീകർ പ്രസാദ്. 17 ഭാഷകളിലായിട്ടാണ് ചിത്ര സംയോജനം നടത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും അധികം ഭാഷകളിൽ ചിത്ര സംയോജനം നടത്തിയതിന് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ വ്യക്തിയാണ് ശ്രീകർ പ്രസാദ്. ഇൻകിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കിയത്. ഇൻകിലാബ് സിന്ദാബാദ് ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗ്. ഇടിമിന്നൽ വൈദ്യുത പ്രവാഹമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഇടിമിന്നൽ വൈദ്യുത പ്രവാഹമാണെന്ന് തെളിയിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബ്രഹ്മോസ് മിസൈൽ ഏത് രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമാണ്? ബ്രഹ്മോസ് മിസൈൽ
ഇന്ത്യ റഷ്യ. ഇന്ത്യയുടെയും റഷ്യയുടെയും സംയുക്ത സംരംഭമാണ് ബ്രഹ്മോസ് മിസൈൽ. വൈറ്റ് വാഷിൽ ഉപയോഗിക്കുന്ന കാൽഷ്യം സംയുക്തം ഏതാണ്? വൈറ്റ് വാഷിൽ ഉപയോഗിക്കുന്ന കാൽഷ്യം സംയുക്തമാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് JC ഡാനിയൽ. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയൽ. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തമിഴ്നാട്. റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ? റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്തദാസ്. ശക്തികാന്തദാസ്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി? ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാറാണ്. നെയ്യാർ. ക്ഷയരോഗത്തെ പ്രതിരോധിക്കാൻ നൽകുന്ന വാക്സിൻ? ക്ഷയരോഗം BCG വാക്സിനാണ്. ക്ഷയരോഗത്തെ പ്രതിരോധിക്കാൻ നൽകുന്ന വാക്സിൻ BCG വാക്സിൻ. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരിയാണ്. ദക്ഷിണ ഗംഗ കാവേരി. വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ഏറ്റവും ആവൃത്തി കൂടിയ തരംഗം? ഗാമയാണ്. വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ ഏറ്റവും ആവൃത്തി കൂടിയ തരംഗമാണ് ഗാമ തരംഗം. മുളകിന്റെ എരിവിന് കാരണമായ രാസവസ്തു? മുളകിന്റെ എരിവിന് കാരണമായ രാസവസ്തുവാണ് ക്യാപ്സസിൻ. ക്യാപ്സസിൻ. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച വർഷം? 1905. 1905 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. ജാലിയൻ വാലാബാഗിൽ വെടിവെക്കാൻ ഉത്തരവിട്ട ജനറൽ? ജനറൽ ഡയറാണ്. ജനറൽ ഡയറാണ് ജാലിയൻ വാലാബാഗിൽ വെടിവെക്കാൻ ഉത്തരവിട്ട ജനറൽ. നെല്ലിക്കയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം? നെല്ലിക്കയിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് ജീവകം C ആണ്. ജീവകം C. ലക്ഷദ്വീപ് സമൂഹത്തിലാകെ എത്ര ദ്വീപുകളുണ്ട്? ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം 36 ആണ്. 36. പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ല. കാനിസ് ഫെമിലിയാരിസ് ഏത് ജീവിയുടെ ശാസ്ത്രീയ നാമമാണ്? നായയാണ്. നായയുടെ ശാസ്ത്രീയ നാമമാണ് കാനിസ് ഫെമിലിയാരിസ് എന്നത്. ജഡത്വ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ? ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ഗലീലിയോ ഗലീലിയാണ്. ഗലീലിയോ ഗലീലി. ആദ്യത്തെ കൃത്രിമ പഞ്ചസാര സാക്കറിൻ. ആദ്യത്തെ കൃത്രിമ പഞ്ചസാരയാണ് സാക്കറിൻ. പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ബൽവന്ത് റായ് മേത്ത. ബൽവന്ത് റായ് മേത്തയാണ് പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ബൽവന്ത് റായ് മേത്ത. പച്ച നിറത്തിലുള്ള പ്രകാശമുണ്ടാകുന്ന ഡിസ്ചാർജ് ലാമ്പിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകം? ക്ലോറിൻ ആണ്. പച്ച നിറമുള്ള പ്രകാശമുണ്ടാകുന്ന ഡിസ്ചാർജ് ലാമ്പിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകമാണ് ക്ലോറിൻ. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള മണ്ഡലം ഏതാണ്? ഏറ്റവും താഴെയുള്ളത് ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥത്തിന്റെ ഉപജ്ഞാതാവ്? സർ ഐസക് ന്യൂട്ടൺ ആണ്. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? സർ ഐസക് ന്യൂട്ടൺ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്ന നദി ഏതാണ്? പെരിയാറാണ്. പെരിയാർ നദിയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്നത്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആരാണ്? പയ്യോളി എക്സ്പ്രസ് PT ഉഷയാണ്. PT ഉഷ. ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത്? ഏഷ്യയുടെ പ്രകാശം ശ്രീബുദ്ധൻ. ധൻരാജ് പിള്ള ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധൻരാജ് പിള്ള ഹോക്കിയാണ്. ഹോക്കി. ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? സ്വർണം. ധാതുക്കളുടെ രാജാവ് സ്വർണം. ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ജാർഖണ്ഡ്. ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനം ഏത് സംസ്ഥാനമാണ്? ജാർഖണ്ഡ്. നരകത്തിൽ നിന്ന് എന്ന നോവൽ രചിച്ചത്? നരകത്തിൽ നിന്ന് നോവലിൻ്റെ പേര് ആരാണ്? സ്വദേശാഭിമാനി K. രാമകൃഷ്ണ പിള്ളയാണ്. നരകത്തിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് ആരാണ്? സ്വദേശാഭിമാനി K. രാമകൃഷ്ണ പിള്ള. ഭൗമോപരിതലത്തിൽ എത്ര ശതമാനമാണ് ജലം? ജലം ഭൗമോപരിതലത്തിൽ 71%. 71%. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത്? ഹാർഡ് കോൾ ആന്ത്രസൈറ്റ് ആണ്. ആന്ത്രസൈറ്റ്. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ OA സ്മിത്ത്. റിസർവ് ബാങ്കിന്റെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ആരാണ്? കമന്റ് ചെയ്യുക.
ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച വർഷം. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 1931. കുതിരയുടെ ക്രോമസോം സംഖ്യ 64. കുതിരയുടെ ക്രോമസോം സംഖ്യ 64. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ടയലിൻ ആണ്. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ടയലിൻ. ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം? ദ്രുതവാട്ടം ബാധിക്കുന്നത് കുരുമുളകിനെയാണ്. ദ്രുതവാട്ടം കുരുമുളക്. മീനമാത രോഗമുണ്ടാകുന്നത് അന്തരീക്ഷത്തിൽ ഏത് ലോഹത്തിൻ്റെ മലിനീകരണം മൂലമാണ്? മെർക്കുറി. മെർക്കുറിയുടെ മലിനീകരണം മൂലമുണ്ടാകുന്ന രോഗമാണ് മീനമാത രോഗം. മീനമാത രോഗം മെർക്കുറി. കൊച്ചി ബിനാലെ സ്ഥാപിച്ചത്. കൊച്ചി ബിനാലെ ബോസ് കൃഷ്ണമാചാരിയാണ്. കൊച്ചി ബിനാലെ സ്ഥാപിച്ചത് ബോസ് കൃഷ്ണമാചാരി. ആദ്യമായി മലയാളം അച്ചടിച്ചത് എവിടെ വെച്ചാണ്? ആദ്യമായിട്ട് മലയാളം അച്ചടിച്ചത് ആംസ്റ്റർഡാമിലാണ്. ആംസ്റ്റർഡാം. ഭയപ്പെടുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ അഡ്രിനാലിൻ. ഭയപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ അഡ്രിനാലിൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഇ സാക്ഷരതാ പഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇ സാക്ഷരതാ പഞ്ചായത്ത് ശ്രീകണ്ഠപുരം. കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇ സാക്ഷരതാ പഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തെന്മലയാണ്. തെന്മല. കൊല്ലം ജില്ലയിലെ തെന്മല ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ ശിശു സൗഹൃദ സംസ്ഥാനം ഏതാണ്? ശിശു സൗഹൃദ സംസ്ഥാനം കേരളമാണ്. കേരളം. കുമരകം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയമാണ്. കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത് കുമരകം പക്ഷി സങ്കേതം. കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് ഏതാണ്? കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് കണ്ണൂരാണ്. കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് കണ്ണൂർ. ഗോവർദ്ധന്റെ യാത്രകൾ രചിച്ചത്. ഗോവർദ്ധന്റെ യാത്രകൾ രചിച്ചത് ആനന്ദാണ്. കൃതിയുടെ പേര് ഗോവർദ്ധന്റെ യാത്രകൾ രചിച്ചത് ആനന്ദ്. വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാഗൺ ട്രാജഡി മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വാഗൺ ട്രാജഡി മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നിയമസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത്? നിയമസഭ പിരിച്ചുവിടാൻ അധികാരമുള്ളത് ആർക്കാണ്? ഗവർണർക്കാണ്. ഗവർണർക്കാണ് നിയമസഭ പിരിച്ചുവിടാൻ അധികാരമുള്ളത്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം അതിജീവിക്കാൻ ബഹിരാകാശ പേടകത്തിന് വേണ്ട കുറഞ്ഞ വേഗം 11.2 കിലോമീറ്റർ പ്രതി സെക്കൻഡാണ്. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം അതിജീവിക്കാൻ ബഹിരാകാശ പേടകത്തിന് വേണ്ട കുറഞ്ഞ വേഗം. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. മലയാള മനോരമ പത്രത്തിൻ്റെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള. മലയാള മനോരമ പത്രത്തിൻ്റെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള. അസുറൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? അസുറൈറ്റ്. ചെമ്പ്. ചെമ്പിൻ്റെ അയിര് അസുറൈറ്റ്. ചെമ്പിൻ്റെ അയിരാണ് അസുറൈറ്റ്. വിറ്റാമിൻ B1 രാസനാമം. വിറ്റാമിൻ B1. തൈമിൻ. തൈമിൻ ഏതിൻ്റെ രാസനാമമാണ്? വിറ്റാമിൻ B1 രാസനാമമാണ് തൈമിൻ. ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹം. P.K. കാളൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? P.K. കാളൻ ഗദ്ദികയാണ്. P.K. കാളൻ ഏത് കലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗദ്ദിക. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥ പഠന ഉപഗ്രഹം കൽപ്പന 1. കൽപ്പന 1. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥ പഠന ഉപഗ്രഹം കൽപ്പന 1. ഇന്ത്യ ടുഡേ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഇന്ത്യ ടുഡേ R.P. ദത്താണ്. R.P. ദത്താണ് ഇന്ത്യ ടുഡേ എന്ന പുസ്തകം രചിച്ചത്. R.P. ദത്ത്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണു. എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണുവാണ് ലെപ്റ്റോസ്പൈറ. എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണുവാണ് ലെപ്റ്റോസ്പൈറ. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.